വട്ടവടയിൽ നിന്ന് ഞങ്ങൾ തിരിക്കുകയാണ്. ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇവിടെ എത്തിയതിപ്പം ഇന്നലെ മൂന്നാറിൽ സ്പെൻഡ് ചെയ്തതും അടക്കം 282 കിലോമീറ്റർ ഇതുവരെ ഞങ്ങൾ സഞ്ചരിച്ച് കഴിഞ്ഞു. കൂടലിൽ നിന്ന് വട്ടവട വരെ. അതിലൊരു നിയർലി ഒരു 20 to 40 വേണമെങ്കിൽ റിഡ്യൂസ് ചെയ്യാം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ദേവികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് വരുന്നവർക്ക് ഒരു നിയർലി 240 കിലോമീറ്റേഴ്സ് അടുത്ത് മാത്രമേ ഡിസ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ. എനിക്കിവിടെ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജീപ്പുകളാണ്. എല്ലാം കമാൻഡർ ജീപ്പുകളാണ് ഇവിടെ. അടിപൊളി നല്ല കളറിൽ അവർ നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓഫ് റോഡ് പോകാൻ പറ്റിയ വിഷയായേ ഏതാണ്ടൊക്കെ വീഴുന്നു. പറ്റിയ നല്ല കളർഫുൾ ആയിട്ടുള്ള ജീപ്പുകളുണ്ട്. വട്ടവട വെച്ച് എനിക്കത് ഫുൾ എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് ജീപ്പുകളുണ്ടായിരുന്നു. ഇതാ അടുത്തുള്ള കിടക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നു. തലേന്ന് 9 മണിക്ക് മൂന്നാറിലെത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള സമയം ഞങ്ങൾക്ക് മൂന്നാറിൽ മറ്റെവിടെയും പോകാനായിട്ട് സാധിച്ചില്ല. അതിന് കാരണം മോശമായ കാലാവസ്ഥയായിരുന്നു. രാവിലെ വരുമ്പോൾ ചെറിയ ചാറ്റുമഴ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മഴ കൂടുകയും ആ മഴ കുറച്ച് നേരം നീണ്ടു നിന്നതിനാലും കാലാവസ്ഥ മോശമായതിനാലും മറ്റ് പല സ്ഥലങ്ങളിലും പോകാനായിട്ട് സാധിച്ചില്ല. 4 മണിവരെ ഞങ്ങൾ കോട്ടേജിൽ തന്നെയാണ് ഇരുന്നത്. ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോകണം എന്നുണ്ടായിരുന്നെങ്കിലും മഴയുടെ ഈ സാന്നിധ്യം മൂലം അതിന് സാധിച്ചില്ല. തന്നെയുമല്ല, പാർക്കിൽ പോയിട്ട് പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള സമയം കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ദേവികുളത്തും അതിനുശേഷം ഗ്യാപ്പ് റോഡിലുമായിട്ട് പോയത്. എക്കോ പോയിന്റിലേക്ക് പോകുന്ന വഴി നല്ല ബ്ലോക്കായിരുന്നു. ഏകദേശം 1 മണിക്കൂറിന് മേളിൽ ഞങ്ങൾ ബ്ലോക്കിൽപ്പെട്ടു. ആ സമയത്ത് പാട്ടിടുകയും വണ്ടിക്കകത്തിരുന്ന് ഡാൻസ് ചെയ്യുകയും അല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. വട്ടവട സന്ദർശിക്കുമ്പോഴും മറ്റ് സ്ഥലങ്ങൾ ലിസ്റ്റിലുണ്ടായിരുന്നെങ്കിലും ഈ ട്രാഫിക്കും മറ്റും ഞങ്ങളുടെ യാത്രയെ ഒരുപാട് തടസ്സപ്പെടുത്തിയെന്ന് വേണേൽ പറയാം. 1 മണിക്കൂറോളം ബ്ലോക്കിൽ പോയി ശേഷം ഞങ്ങൾ എക്കോ പോയിന്റിലെത്തി. വഴിയിൽ ഒരിടത്ത് ചെറിയൊരു ആക്സിഡൻറ്റ്, ഏതോ വണ്ടിയുമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഫലമായിട്ടുണ്ടായിരുന്ന ചെറിയ കുറേ തടസ്സങ്ങൾ അങ്ങനെ. ഇപ്പോൾ ഞങ്ങളിപ്പം വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെയാണെങ്കിലും നല്ല റഷാണ്. ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് ഗവൺമെൻറ്റിന് നമ്മുടെ എന്താ പറയുക തറയോടൊക്കെ ഇട്ട് അടിപൊളിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ടാറിങ് കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല. ഫ്രഷ് ടാറിങ് ആണ് കാണാൻ സാധിക്കുന്നത്. ഈ സൈഡൊക്കെ ഇങ്ങനെയാണ്, മഴ പെയ്തുകൊണ്ട് ഇങ്ങനെയാണ് കിടക്കുന്നത്. നല്ല ടൂറിസ്റ്റ് സാധ്യത ഉള്ള ഒരു പ്ലേസാണ്. അല്ലേ മുങ്ങി കിടക്കുകയാണ് നമുക്ക് വണ്ടി. ഇന്നോവ വഴി നിങ്ങളെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. മഴയുടെ ബാക്കി പത്രം ഇതൊക്കെ കാണുമ്പോഴാണ് എന്ത് തോന്നുന്നത്? എന്തൊക്കെ എന്താണ് തോന്നുന്നത്? പറയൂ. ഇതൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? നിനക്ക് എന്താണ് തോന്നുന്നത്? പാവയുടെ ഷോപ്പിൽ കൊണ്ടുപോകണം. ഞങ്ങളെ ജീവിതം ഒരു കൊച്ചു കുട്ടിയാണ്. ഈ കുട്ടിക്ക് പാവയുടെ ഷോപ്പിൽ പോകണമെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് പറയുന്നത്? ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യണോ? Yeah man, you're taking photos? Yeah. Okay. Cool. Thank you. ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് പറഞ്ഞേ. പിസ്സ കോർണർ. ഇവിടെയൊക്കെയുള്ള ആളുകളുടെ പ്രധാന വരുമാന മാർഗം ഇതൊക്കെ തന്നെയാണ്. ഈ കച്ചവടമാണല്ലോ. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ട്രാഫിക്ക് ഭയങ്കര ഇതാണ്.
എക്കോ പോയിൻ്റ് എൻട്രൻസിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഷോപ്പായിട്ടുണ്ട്. എൻട്രൻസ് ഫീസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, യൂസേലാട്ടോ. സൗണ്ട് കേൾക്കാം. ഇത് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ റോങ് ആയിട്ടാണ് പാർക്കിംഗ് ചെയ്തിരിക്കുന്നത്. അതാണ് വലിയൊരു വിഷയം. ഇത്തിരി ഡിലേ ആവുന്നതിനും സ്മൂത്തായിട്ട് പോകാനൊന്നും പറ്റുന്നില്ല. സൈഡ് വൈസൊക്കെ പാർക്കിങ്ങിൻ്റെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. എൻട്രൻസ് ഫീ 10 per head. ഇവിടാണോ ഇത് ബോട്ടിംഗ് സെൻ്റർ അല്ലേ? ബോട്ടിംഗ് ഇല്ല, നമുക്ക് മാത്രമേ ഉള്ളൂ. ഇല്ല, ആണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. ഇത് എക്കോ പോയിൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ആളുകളിങ്ങനെ വിസിലടിക്കും. അപ്പോൾ മറു ഭാഗത്ത് നമുക്ക് ആ സൗണ്ട് അതുപോലെ ഇങ്ങോട്ട് കേൾക്കാം. നോക്കട്ടെ, ആരെങ്കിലും വിസിലടിക്കുന്നുണ്ടോ നോക്കട്ടെ. ആളുകളെല്ലാം ഇവിടെ വന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നു, ഫോട്ടോ എടുക്കുന്നുണ്ടല്ലാതെ ആരും ചൂടാൻ പഠിക്കുന്നില്ല. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് താഴെ കേട്ടോ. ഇതാണ് എക്കോ പോയിൻറ്റ്. സോ യെസ്, ബോട്ടിംഗ് ഉണ്ട്. സമയത്തിൻ്റെ കുറവുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇറങ്ങുന്നില്ല, ജസ്റ്റ് കണ്ട് ആസ്വദിച്ച് പോകുന്നു. സമയമൊക്കെ ഉള്ളവർ വന്ന് ആസ്വദിക്കുക. അടിപൊളിയല്ലേ? அவரே அடிச்சு போடுவா என்னது பைக்கு ടീമിലെ 3 കുഞ്ഞുവാവളെ കണ്ടോ? പിങ്കു. എൻ്റെ പൊന്നെ, നടന്നു നടന്നടി. അല്ല, നടപടില്ല. അത് തന്നെ. അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ യാത്ര ഇവിടുന്ന് ഏകദേശമൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചുള്ള യാത്രയാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിലൊരു മടിയാണ് ഇവിടെ ഒന്ന് വിട്ടു പോകാനായിട്ട്, അല്ലേ? അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. നമ്മൾ നേരത്തെയൊക്കെ ഇവിടുന്ന് തിരിക്കണമായിരുന്നു, നോക്കണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് വിട്ടു പോകാനായിട്ട് ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നതും. എന്താണ് പറയാം? അപ്പോൾ നമ്മൾ അപ്പോൾ എന്താണ് ഇനി അച്ചാച്ചന് പറയാം? ഇപ്പോൾ നമ്മൾ എവിടെയാ, ഏത് ഡാമായിരുന്നു? മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു, കാരണം സാറ്റർഡേ സൺഡേസ് ഒക്കെ ആയതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. ഇനി ഏകദേശം വീട്ടിലെത്താൻ ഒരു 6 മണിക്കൂറിന് മേളിലെത്തും. അപ്പം മൂന്നാറിൽ പോയി എന്തെങ്കിലും ഒരു ഈവനിങ് സ്നാക്സ് കഴിക്കുന്നു, നേരെ വീട്ടിലേക്ക് പോകുന്നു. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, ഉച്ചയ്ക്ക് നല്ല ഫുഡ് കഴിച്ചു, പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അറിയാലോ, നമ്മുടെ സിംഗറാണ് ജെറിൻ്റെ ഭാഗത്ത് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മൂന്നാറിൽ ആവശ്യമായിട്ടുള്ള ഒരുപാട് കോൺടാക്റ്റും കാര്യങ്ങളും യാത്ര പോകാനുള്ള അറേഞ്ച്മെൻറ്റും എല്ലാം ജെറിൻ്റെ ഭാഗത്ത് സഹായം ഉണ്ടായിരുന്നു. ജെറിൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട്. ജെറിൻ വഴിയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കിട്ടിയത്. അതൊക്കെ എന്തായാലും പിന്നീട് ഞാൻ പറയാം. അപ്പോൾ ജെറിൻ, താങ്ക് യു സോ മച്ച്. വെൽക്കം. ജെറിന് പറയും, ജെറിന് എന്താണ് അഭിപ്രായം പറയാനുള്ളത് നോക്കാം. ഇവിടെ ഒരു കുതിരയുണ്ട്, അതിന് മുമ്പ് ഒരു കുതിര കാണിക്കട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളെ കുതിരയുടെ മുകളിൽ കയറുന്നത് നമുക്ക് ഇതിലൊന്നും കയറാൻ പറ്റിയില്ല എന്തായാലും. ഹായ്. ഇപ്പോഴും നല്ല ആളുകളുടെ നല്ല തിരക്കാണ്. ഏകദേശം 5 മണിയായി. ഞാൻ പറഞ്ഞില്ലേ, സൺഡേ ആയതുകൊണ്ട്, സൺഡേ ആണ് നാളെ. റോഡിലൊരു കുതിര. ഇനി ജെറിന് എന്താണ് പറയാനുള്ളത്? ഓക്കെ,
അപ്പൊ ജെറിന് എന്താണ് ജെറിനെ പറയാനുള്ളത്? അടിപൊളിയായിരുന്നു. നമ്മുടെ 2 ദിവസം വളരെ നല്ല പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല 2 ദിവസം എല്ലാവരും എൻജോയ് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു, സൂപ്പറായിട്ടായിരുന്നു. പിന്നെ ഒരു സങ്കടമുള്ളത് റോഡിൽ ഡാൻസ് കളിക്കാൻ പറ്റിയില്ല. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ചില്ലായിരുന്നു. അതാണ് നമ്മുടെ ടീമിൽ എല്ലാവർക്കുമായിട്ട് പ്രോഗ്രാം കിട്ടിയില്ല. അതെ അതെ, നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. കുറച്ച് പേരുണ്ടായിരുന്നു, പല സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ളവർ വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് മേറിൻ എന്താണ് പറയുള്ളത്? രാവിലെ തന്നെ ഞാൻ പറഞ്ഞു ദിസ് ഗോണ ബി എ ലിറ്റ്. അത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് എവറിഥിങ് ലൈക്ക് ദിസ് ഇസ് ഹെവൻ. ഇവിടുന്ന് പോവാൻ നല്ല വിഷമമുണ്ട്. ബട്ട് വി വിൽ കം അഗൈൻ വിത്ത് അതർ ടീം മെമ്പേഴ്സ് ഐ ഹോപ്പ്. അല്ലേ ചാച്ചാ? Definitely we will. So that we are going back to home. അപ്പോൾ ഞങ്ങൾ വിഷമത്തോടെ ഞങ്ങളിവിടെ മലയിറങ്ങട്ടെ. അപ്പോൾ കുറച്ച് കാഴ്ചകളൂടെ കണ്ടിട്ട് തേയിലത്തോട്ടത്തിലെ കാഴ്ചകൾ കണ്ട് നമുക്ക് പതുക്കെ ഈ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ, വലിയ വീഡിയോ ഒന്നുമില്ല, ഞങ്ങളാരും വ്ളോഗൊന്നും ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരല്ല. പിന്നെ ടീമിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. ടീമിൽ നിന്ന് ഇങ്ങനെയൊക്കെ യാത്ര പോകാൻ പറ്റുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെയാണ് ഞങ്ങൾക്ക് പാലക്കാടും മംഗലാപുരം ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാനുള്ള സംവിധാനങ്ങളും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. റെക്കോർഡ് ചെയ്യാൻ ദൈവം സഹായിച്ച് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, ഓസ്മോ ആക്ഷൻ ക്യാമറ, ഡ്രോണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി, 7 പേർക്ക് കൊള്ളാവുന്നൊരു വണ്ടി, അതും കോളേജ്. അത് എവിടെ ചെന്നപ്പോഴും നമ്മുടെ ആവേശം സിനിമയുടെ ഒരു എഫക്റ്റ് ആയിരുന്നു. എല്ലാവരും വണ്ടിക്ക് ചുറ്റും വന്ന് ഫോട്ടോ എടുക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ശരി അറിഞ്ഞു കേട്ടോ, ഇറങ്ങിയുണ്ട്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഈ ഞങ്ങളുടെ ചെറിയ വീഡിയോസൊക്കെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും പറയുക. എന്തെങ്കിലും കുറവുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കുക. പിന്നെന്താ പറയുക, അതുപോലെ തന്നെ നിങ്ങൾ മൂന്നാർ പോയി എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ അതുപോലെ കമന്റ് സെക്ഷനിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഈ ചെയ്ത വീഡിയോയ്ക്ക് അകത്ത് എന്തെങ്കിലും കുറച്ചുകൂടെ നിങ്ങൾക്ക് അവിടെ പോകാമായിരുന്നു, ഇവിടെ പോകാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെയുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അതോടെ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ടൈം ഞങ്ങൾക്കൊരു പ്രോഗ്രാം കിട്ടുക അല്ലെങ്കിൽ ട്രിപ്പ് വരികയൊക്കെ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അതോടെ കൊണ്ടുകൊണ്ട് ചെയ്യും, അല്ലേ? അടിപൊളി. മൂന്നാറിൽ വന്നിട്ട് കോളേജ് കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. അവിടെ പോകുന്നു TN09AF8446 പോവാം. ഇത് മൂന്നാർ ടൗണിൽ തന്നെ മൗണ്ട് കാർമൽ ചർച്ചിൻ്റെ വളരെ അടുത്തുള്ള അറേബ്യൻ ഗ്രിൽസ് എന്ന് പറയുന്ന കടയാണ്. അപ്പം അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന കടയാണ്. ടൗണിൽ ഉള്ളതിൽ വെച്ച് മെച്ചപ്പെട്ട കടയാണ്. അപ്പോൾ ഇവിടെ പാട്ടൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഈ നോയ്സ് കേൾക്കുന്നത്. അപ്പം മൂന്നാർ വരുന്നവർ അറേബ്യൻ ഗ്രിൽസ് കയറി ഒന്ന് ഫുഡ് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ തിരിക്കുന്നതിന് മുമ്പ് അല്ലേ, അപ്പോൾ ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ ഇവിടെ എന്തോടെ ചപ്പാത്തിയും ഇതെന്ന കറിയാണ്, ബട്ടർ ചിക്കനുമാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ബാക്കി വരുന്നതേ ഉള്ളൂ. മൂന്നാർ ടൗണിൽ ശരവണ ബേക്സ് എന്ന് പറയുന്ന ഒരു കടയുണ്ട്. അവിടെ നാട്ടു ശർക്കര ടീ കിട്ടും. നാട്ടു ശർക്കര ടീ ഉണ്ട്. ഇത് നാട്ടു ശർക്കര പാലാണ്. പാലിൽ ശർക്കര മിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മൂന്നാറിൽ വരുന്നവർ ഡെഫിനറ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യുക. നോർമൽ ടീ കോഫി കുടിക്കുന്നതിന് പകരം ഈ സംഭവം ഒന്ന് കുടിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇവിടെ മൂന്നാറിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം 6:45. ഒരു 10-15 മിനിറ്റിൽ ഇവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ ഞങ്ങളിങ്ങനെ തിരിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഇതാ ഒരു കോഴ്സ് കണ്ടു. TN1874. ഇത് RS എന്നാണ് എഴുതിയിരിക്കുന്നത്. RS ആണ്, അല്ല GS മോഡലാണ്. അങ്ങനെ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ പോളിസാണ് കണ്ടത്. അപ്പോൾ ഗായ്സ് നമ്മൾ എവിടെയാണെന്നൊരു പിടിയില്ല. എനിക്കൊന്ന് രാവിലെ
ഞങ്ങൾ ഇന്നലെ രാവിലെ കണ്ട സ്ഥലത്താണെന്ന് തോന്നുന്നു. ഞങ്ങളെ പോലും ഇപ്പോൾ കാണുന്നില്ലായിരിക്കും അല്ലേ? ആ അതുപോലെ കോടയാണ് റോഡിൽ. ഉണ്ടോ? നിങ്ങൾക്ക് കാണാമോ? നിങ്ങൾ കാണുന്നുണ്ടോ? റോഡ് നല്ല കോടയാണ്. ഡോറ ബുജി പോലെ കാണുന്നുണ്ടെങ്കിൽ അതെന്ന് പറയൂ. എന്ന് കാണാൻ പറ്റുന്നില്ല, അതുപോലെ കോടയാണ്. എന്തായാലും രാത്രിയിലൊക്കെ വരുന്നവർ സൂക്ഷിക്കുക. എന്നാലും ഉണ്ട് കേട്ടോ. അതാ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതായിരുന്നു കേട്ടോ. എന്നാലും ഇത്രയും ആ ഏരിയയുടെ ഒരു ഇതായിരിക്കും. ഇപ്പം അത്ര ഇല്ല. ഉണ്ട് എന്നാലും ഉണ്ട്. കാണും അത്രയും നമുക്ക് കാണാനില്ല. കാണാണ്ടോ? കൊണ്ടുവരാ മഞ്ഞ കൊണ്ടുവരാ. ഓ ആ സൈഡിൽ നിന്ന് ഇതാരാ പറയുന്നേ? 2 ദിവസത്തെ മനോഹരമായ യാത്രകൾക്ക് ഒടുവിൽ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് കൂടലിലേക്ക് തിരിച്ചു. വഴിയിൽ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്ത് നല്ല കോടയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വഴി അല്പം ബുദ്ധിമുട്ട് കാണാൻ നേരിട്ടു. അത് വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. ശേഷം നമ്മളുടെ നാട്ടിലേക്ക് കടന്നു. അവിടുന്ന് നല്ല റോഡായിരുന്നു. വലിയ തിരക്കൊന്നുമില്ലാതെ സുഖമായിട്ട് തന്നെ ഞങ്ങൾക്ക് വീട്ടിലെത്താൻ സാധിച്ചു. അപ്പോൾ ഈ യാത്രയിൽ ഞങ്ങൾക്ക് മനസ്സിലായ ഒരുപാട് കാര്യങ്ങൾ. ജീവിതത്തിൽ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ഒന്നും എല്ലാ സമയത്തും യാത്രകൾ ചെയ്യാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അവരവരുടെ ജോലി തിരക്കും മറ്റും മാറ്റി വെച്ചിട്ടൊന്നും എല്ലാവർക്കും യാത്ര ചെയ്യാൻ കഴിയില്ല. എന്നാലും നിങ്ങൾ കഴിയുന്നത്രയും യാത്രകൾ പോകണം. അവസരങ്ങൾ ഉണ്ടാക്കിയാണെങ്കിലും നിങ്ങൾ യാത്രകൾ പോകണം. അത് മനസ്സിനൊരു വല്ലാത്ത അനുഭവമായിരിക്കും. നമ്മളുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും ജോലി സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ ഒന്ന് മാറി നിൽക്കാനും മനസ്സിനെ ഒന്ന് തണുപ്പിക്കാനും ഒക്കെ ഒറ്റയ്ക്കോ അല്ലാതെയോ ഒക്കെയുള്ള ഒരു യാത്ര അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്. എന്തായാലും മൂന്നാർ ഒരു നല്ല അനുഭവമായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകാൻ കഴിഞ്ഞില്ലെങ്കിലും പോയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം നല്ല അനുഭവമാണ് ഉണ്ടായത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഗ്യാപ്പ് റോഡിലെ ആ ഒരു കോടയൊക്കെ കാണാൻ സാധിച്ചത്. അത് 3ാമത്തെ എപ്പിസോഡിലുണ്ട്. കാണാത്തവർ കയറി കാണണം. അതുപോലെ തന്നെ പട്ടവടയിലെ സ്ട്രോബെറി ഫാമൊക്കെ ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. നമുക്ക് നേരിട്ട് കൃഷി ചെയ്യുന്ന രീതികളും അതുപോലെ അവിടുത്തെ ആളുകളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവം. അവിടുന്ന് സ്ട്രോബെറി പറിച്ചെടുക്കുക, അതിൻ്റെ വൈനൊക്കെ വാങ്ങുക, സ്ട്രോബെറി നമുക്ക് വീട്ടിൽ കൊണ്ടുവരാനൊക്കെ പറ്റുകയെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്തൊരു അനുഭവമായിട്ടാണ് നമുക്ക് തോന്നിയത്. അപ്പം മൂന്നാറിൽ പോകുന്നവർ തീർച്ചയായിട്ടും അവിടുത്തെ തേയിലത്തോട്ടങ്ങളും കുറേ കാഴ്ചകളും ഒക്കെ ആസ്വദിച്ച് ഇതുപോലെയുള്ള വട്ടവട എന്തായാലും സന്ദർശിക്കണം. മറ്റ് സ്ഥലങ്ങളും ഇരവികുളവും അതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കാനായിട്ട് താല്പര്യപ്പെടണം. കുറഞ്ഞതൊരു 7 ദിവസമെങ്കിലും അവിടെ നിന്ന് അവിടുത്തെ കാലാവസ്ഥ മനസ്സിലാക്കി ആളുകളുമായിട്ട് ഇടപെട്ട് ഒക്കെ പോവുകയാണെങ്കിൽ നല്ലൊരു അനുഭവമായിരിക്കും. പക്ഷേ അത്രയൊക്കെ ബഡ്ജറ്റ് നമുക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. എനിവേ അതൊരു നല്ല അനുഭവമായിരുന്നു. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഇതുവരെ കണ്ട വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇനിയും ഞങ്ങളുടെ യാത്രകളിൽ തുടർന്നും ഞങ്ങൾ ഇതുപോലെ ഉള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വ്ളോഗുകളുമായിട്ട് വരും. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന സഹായം അപേക്ഷിക്കാറുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളാണ് ഞങ്ങളെ തീർച്ചയായിട്ടും കാത്തുപരിപാലിക്കുന്നതും മുന്നോട്ട് നയിക്കുന്നതും. പാട്ടുകളുടെ ലോകത്തും ഞങ്ങൾക്ക് ഒരുപാട് യാത്രകളും ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയ അനുഭവമാണ്. മരീൻ വോയ്സ് എന്ന ഞങ്ങളുടെ കൊച്ചു ടീമിൻ്റെ ഒപ്പം നിങ്ങളും ഈ യാത്രയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. മറ്റ് കാഴ്ചകളുമായി വീണ്ടും എപ്പോഴെങ്കിലും കണ്ടുമുട്ടാം. താങ്ക് യു. അങ്ങനെ നമ്മൾ വെളുപ്പിനെ ഒരു 1:10 വീട്ടിലെത്തി. ജോജോയും ജെറിനും പോകാൻ തുടങ്ങുകയാണ്. അവരവർ വീട്ടിലേക്ക് പോകുന്നു. അപ്പം യാത്ര പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല സ്മൂത്തായിരുന്നു. അടിമാലി വരെയുള്ളൊരു സമയം മാത്രമാണ് കുറച്ചെങ്കിലും ഒരു ഡിലേ വന്നത്. അത് കഴിഞ്ഞ് നല്ല സ്മൂത്തായിട്ട് പോകുന്നു. ഇടയ്ക്കൊന്ന് ഒരു കാപ്പി കുടിക്കാൻ കയറി, അത്രമാത്രം. പിന്നെ മഴ വലുതായിട്ടില്ലായിരുന്നു. എന്തായാലും യാത്ര ഒരുപാട് അനുഗ്രഹപ്രദമായിരുന്നു. അപ്പോൾ ജോജോയും ജെറിനും വീട്ടിലേക്ക് പോവാണ്. കാറിലാണ് പോകുന്നത്. ഇന്ന് ജോജോ ജെറിൻ്റെ വീട്ടിൽ കിടക്കും. അവിടുന്ന് പോകും. അപ്പോൾ ജെറിനെ ഒന്ന് സൈനിങ് ഔട്ട്. Okay, bye, good night. Until next time. Okay.